അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ കലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹാദരനീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, ഇബാദത്തിന്റെ സുഗന്ധം പരത്തുന്ന പരിശുദ്ധ റമളാനിന്റെ സുദിനങ്ങൾ വന്നെത്തിയിരിക്കുകയാണ്. വിശ്വാസികളുടെ മനസ്സ് ഏറെ സന്തോഷത്തിലാണ്. കാരണം അവരുടെ പ്രാർത്ഥനകളിൽ നിറഞ്ഞു നിന്നിരുന്നത് അല്ലാഹുമ്മ ബല്ലിഗ്നാ ഫീ ശഹ്രി റമളാൻ എന്നതാണ്. അല്ലാഹുവേ, നീ ഞങ്ങളെ റമളാനിലേക്ക് എത്തിക്കണമേ എന്ന്. ആ പരിശുദ്ധ റമളാനിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ ഏക മാസമാണ് റമളാൻ. ഒരുപാട് ഓഫറുകളുമായി കൊണ്ടാണ് റമളാൻ എന്ന അതിഥി നമ്മളിലേക്ക് എത്തുന്നത്. ആ അതിഥിയെ ഏറ്റവും നല്ല രൂപത്തിൽ തൃപ്തിപ്പെടുത്തുവാൻ വിശ്വാസികൾക്ക് സാധിക്കണം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ശ്രേഷ്ഠതകൾ നമ്മെ ബോധ്യപ്പെടുത്തി. ആതാക്കും റമളാനുൻ ഷഹ്റുൻ മുബാറക്കുൻ. റമളാൻ നിങ്ങളിലേക്ക് വന്നെത്തിയിരിക്കുന്നു, അനുഗ്രഹീതമായ മാസം. ഫറളല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാസത്തിൽ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കിലേക്ക് വന്നു. അദ്ദേഹം നല്ല ഒരു ഭക്തനായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മുർനി ബി അമലിൻ യുദ്ഖിലുനി അൽ ജന്ന. എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു കർമ്മത്തെ താങ്കൾ അറിയിച്ചു തന്നാലും. ഹബീബായ പ്രവാചകൻ ഭക്തനായ ആ സ്വഹാബിയോട് പറഞ്ഞു, അലൈക ബിസ്സൗം ഫഇന്നഹു ലാ മിസ്ല ലഹു. നിനക്ക് നോമ്പ് മതി, അതിനേക്കാൾ തത്തുല്യമായ മറ്റൊരു കർമ്മം ഇല്ല എന്ന്. സുമ്മ ആതൈതുഹു സാനിയ. രണ്ടാമത്തെ പ്രാവശ്യവും അദ്ദേഹം വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചു, റസൂലെ, എനിക്കൊരു പ്രവർത്തനത്തെ അറിയിച്ചു തരണം, സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന. ആബിദായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക ബിസ്സൗം ഫഇന്നഹു ലാ മിസ്ല ലഹു. നിനക്ക് നോമ്പ് മതി, അതിന് തുല്യമായി മറ്റൊന്നില്ല എന്ന്. മൂന്നാമത്തെ പ്രാവശ്യവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ആ സ്വഹാബിയോട് വീണ്ടും പറഞ്ഞത്, നിനക്ക് നോമ്പ് മതി, അതിനേക്കാൾ തുല്യമായ മറ്റൊരു കർമ്മം ഇല്ല എന്നതാണ്. സഹോദരങ്ങളെ, നോമ്പ് ഏറെ മഹത്വമുള്ള കർമ്മമാണ് എന്നുള്ളത് നാം ഉൾക്കൊള്ളുക. മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ പുറത്തു കിട്ടുവാൻ ഒരു വലിയ അവസരമാണ് റമളാൻ. മൻ സ്വാമ റമളാന ഈമാനൻ വ ഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും വിശ്വാസത്തോടെ പ്രതിഫല ഇച്ഛയോടുകൂടി റമളാനിൽ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവന്റെ കഴിഞ്ഞു പോയ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല, നോമ്പിനെ സംബന്ധിച്ച് പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അസ്സൗമു ലീ. നോമ്പ് അതെനിക്കുള്ളതാണ്. വ അന അജ്സി ബി. ഞാനാണ് ആ നോമ്പിന് പ്രതിഫലം നൽകുക എന്നുള്ളത്. കണക്കില്ലാത്ത ഓരോരുത്തരുടെയും മനസ്സുകളിലേക്ക് നോമ്പ് എത്രത്തോളം ഇറങ്ങിച്ചെന്നിട്ടുണ്ടോ അതിനനുസൃതമായി ഈ രഹസ്യമായ ആരാധനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. 12 മണിക്കൂറിലധികം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് നിർവഹിക്കുന്ന ഇബാദത്താണ് നോമ്പ് എന്നുള്ളത്. ആ നോമ്പിലൂടെ അവന് ഒരുപാട് മഹത്വങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നേടിയെടുക്കുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിന്റെ പ്രതിഫലം ലഭിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.